ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള ഹെഡ് ബാൻഡ് ചെയ്തെടുക്കുന്നുണ്ട്, അതുപോലെ ഹെയർ ബൺസ് മേക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ബൺസ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ മോളെ സ്കൂളിൽ വിടുമ്പോൾ രണ്ട് സൈഡിലും കൊമ്പൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവർക്ക് എല്ലാ ദിവസവും ഒന്ന് തന്നെ വേണം, ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഈ ഒരു ഫ്ലവേഴ്സ്, ബട്ടർഫ്ലൈസ്, ബണ്ണി അങ്ങനെയുള്ള ഷേപ്പൊക്കെ വരുന്ന ബൺസിനോടായിരിക്കും താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ള അമ്മമാർക്ക്, അതായത് പെൺകുട്ടികളുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഇതുപോലെയുള്ള പേര് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏത് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്, ഏതാണ് നല്ലതെന്നൊക്കെ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ മെറ്റീരിയൽ വളരെ സിമ്പിളാണ്, എന്താ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഗ്ലിറ്റർ ട്യൂബ് വന്നിട്ടുണ്ട്, അതുപോലെ ഗ്ലിറ്റർ ട്യൂബിൽ വെച്ച് ചെയ്യുന്ന ഹെഡ് ബാൻഡ്, ഈ ഒരു തിന്നായിട്ടുള്ള ഒരു ഹെഡ് ബാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ബൺസ് ഉണ്ട്, അതിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺസ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമ്മുടെ ഗ്ലൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു ബൺസൊക്കെ നമുക്ക് പുറത്ത് എവിടെ പോയാലും കിട്ടുന്ന കാര്യങ്ങളല്ലേ. ഒരുപാട് 1 രൂപ ഒക്കെ ആണെങ്കിൽ ഒരു ബൺസിന് 1 രൂപ ഒക്കെ വെച്ചിട്ടേ ഉണ്ടാവും. അപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് വാങ്ങിച്ചു വെച്ചാലും നഷ്ടമൊന്നും വരില്ല കേട്ടോ. ഈ ഒരു ഹെയർ ബാൻഡ് കണ്ടോ, ഈ ഒരു ഹെഡ് ബാൻഡിൽ ആണ് നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് ബാൻഡ് കേട്ടോ. തിന്നായിട്ടുള്ളൊരു ഹെഡ് ബാൻഡാണ്. അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് നമ്മുടെ മെറ്റൽ ഹെഡ് ബാൻഡ് ഉണ്ടല്ലോ, കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു അധികം കട്ടിയില്ലാത്ത ഒരു ഹെഡ് ബാൻഡ്, അതിലൊക്കെ വെച്ചിട്ടാണെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് കട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ആ ഒരു മെറ്റൽ ട്യൂബിൽ വെച്ചിട്ട്, മെറ്റൽ ഹെഡ് ബാൻഡിൽ വെച്ച് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഈ കാര്യം ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ഇതിലേക്കൊന്ന് ഇങ്ങനെ പാസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ എൻഡിൽ വെക്കാൻ വേണ്ടിയിലോട്ട് ബീഡ്സ് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് ഹെഡ് ബാൻഡിൽ. അപ്പോൾ ഈ ഗ്ലൂ വന്നിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടം B7000ൻ്റെ ഗ്ലൂ ആണ്. ഞാൻ എല്ലാ വീഡിയോസിലും മിക്കവാറും കാണുന്ന ആൾക്കാർക്ക് അറിയാം ആ ഒരു ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം രണ്ടിനും ഗുണങ്ങളും ഉണ്ട്, അതുപോലെ എന്താ പറയുക, മോശം എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് ഓരോ കാര്യങ്ങൾക്ക് ആവശ്യാനുസരണം നോക്കിയിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഹെഡ് ബാൻഡിലൊക്കെ കുറച്ച് കൂടുതൽ വർക്കൊക്കെ വെച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ B7000 എടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള ഈ ഒരു ഹെഡ് ബാൻഡ് മേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടുള്ള വർക്കൊന്ന് ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റോൺസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റോൺ വന്നിട്ട് മൾട്ടി കളർ വരുന്നുണ്ട് കേട്ടോ. എല്ലാ കളേഴ്സും അതിൻ്റെ മുകളിലുണ്ട്. ആ ഒരു ബട്ടൺസിൻ്റെ മുകളിൽ വരുന്ന സ്റ്റോൺസിനുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റോൺ വരുന്നത് വൈറ്റ് മാത്രമാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ളതാണ്, പക്ഷെ കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇങ്ങനെ ചെയ്ത് കാണുമ്പോൾ. അതാണ് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ള ഒരു ഹെഡ് ബാൻഡിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതാണ് കേട്ടോ. വളരെ സിമ്പിളുമാണ്, നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കും കൂടിയാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വർക്കാണ്. പിന്നെ ഫ്രോക്കിൻ്റെ കൂടെ ആണെങ്കിലും ഗൗൺസിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും നല്ല ഒരു അറ്റയർ ഉണ്ടാവും കേട്ടോ ഇത് ഇട്ട് കാണാൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് നമ്മുടെ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ടുള്ളത്. ഗ്ലിറ്റർ ട്യൂബ് പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അത് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബൺസൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് ബൾക്കായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇത് തന്നെ പലതരത്തിൽ അവൈലബിൾ ആണ്, പല റേറ്റിലും അവൈലബിൾ ആണ്. അപ്പോൾ ക്വാളിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങാം, റേറ്റ് നോക്കിയിട്ടും വാങ്ങിക്കാം. ക്വാളിറ്റി കൂടുമ്പോൾ റേറ്റ് കൂടും. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ റേറ്റ് കുറഞ്ഞതായിരിക്കും നിങ്ങൾക്ക് നല്ലത് വാങ്ങിക്കുമ്പോൾ. വലിയ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് മുടി വരുമ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ബൺസ് വാങ്ങിക്കണം. അപ്പോൾ അതിനനുസരിച്ച് പൈസ കൂടുമല്ലോ. ചെറിയ കുട്ടികൾക്ക് അത്രയൊക്കെ മുടി ഉണ്ടാവും, 2 സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ ഇച്ചിരി പോകുന്ന ബൺസൊക്കെ മതി. പിന്നെ നമുക്ക് ഈ ബട്ടൺസ് വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള
നല്ല കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രെറ്റി ആയിട്ടുള്ള ബട്ടൺസ് വാങ്ങിക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള ബൺസും വാങ്ങിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ കുട്ടികൾക്കും ആണെങ്കിൽ ദിവസവും ഒന്നേനെ കെട്ടിക്കൊടുക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ഇഷ്ടക്കേട് കാണിക്കും കേട്ടോ. അവർക്ക് ഒത്തിരി ഇഷ്ടമാവില്ല അത്. അവർക്ക് കൂടുതലും ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ട് കാണുമ്പോൾ അവർ കൂടുതൽ ഹാപ്പി ആവും. അപ്പോൾ നമുക്കും ഹാപ്പി ആവും. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതുപോലെ ട്രെൻഡി ആയിട്ടുള്ള യൂണിക്കോണൊക്കെ വെച്ചിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള പോലത്തെ ബട്ടൺസ് വാങ്ങിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വർക്കൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. മറ്റേതാണെങ്കിലും കുഴപ്പമില്ല, വേറെ B7000 ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇതിനൊക്കെ കുറച്ച് മാത്രമേ ഗ്ലൂ ആവശ്യം വരുന്നുള്ളൂ, പെട്ടെന്ന് ഒട്ടി കിട്ടുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഡ്രോബാക്ക് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു മറ്റേ B7000-നേക്കാളും കൂടുതൽ ലാസ്റ്റ് ചെയ്യുന്നത് B7000 ആണ്. അതാണ് ഒരു ഡ്രോബാക്ക് വരുന്നത് കേട്ടോ. ഗ്ലൂ ഗൺ അത്രയും ലാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഗ്ലൂ ഗൺ തന്നെയാണ്. പിന്നെ നമ്മുടെ വലിയ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ B7000 യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെന്താ, അത്രയും കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ഐറ്റമായിട്ട് കാണാം. അപ്പോൾ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലിയർ ആയിട്ടില്ല എന്നുള്ളത് ഉണ്ടെങ്കിൽ എല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ട് കൊടുത്താൽ മതി. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ, താങ്ക് യു.